നമസ്കാരം, മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ UAPA ചുമത്തി ഡൽഹി പോലീസ് കേസെടുത്തു. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറിയിച്ചു. അതേസമയം പ്രതികളിൽ ഒരാൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിനിടെ ഡൽഹിയിൽ സന്ദർശനം നടത്തിയിരുന്നെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി മുതൽ തന്നെ പദ്ധതി ആസൂത്രണം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ നിർദ്ദേശം. വകുപ്പുകളെയും കൂട്ടി യോജിപ്പിച്ച് വേണം ശബരിമല തീർത്ഥാടനം നടത്താനെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ഇതിനു പിന്നാലെയാണ് ശബരിമലയിൽ കോഓർഡിനേറ്ററെ നിയമിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ADGP MR അജിത് കുമാറും തമ്മിലുള്ള തർക്കം രമ്യമായി പരിഹരിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ ശബരിമലയിൽ എന്ത് വിഷയം ഉണ്ടായാലും അത് സർക്കാരിനെതിരെയുള്ള ആയുധമായി പ്രയോഗിക്കാനാണ് സാധ്യതയെന്നും മുന്നറിയിപ്പ് നൽകി. അർജുന അവാർഡിനുള്ള നാമനിർദ്ദേശക പട്ടികയിൽ ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ പേസർ മുഹമ്മദ് ഷമി 26 പേരാണ് അന്തിമ പട്ടികയിലുള്ളത്. പട്ടിക കായിക മന്ത്രി അംഗീകരിച്ചാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രത്യേക അഭ്യർത്ഥനയെ തുടർന്നാണ് ഷമിയുടെ പേര് അവസാന നിമിഷം പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ലോകകപ്പിൽ അവിശ്വസനീയമായ പ്രകടനമാണ് ഷമി നടത്തിയത്. 7 മത്സരങ്ങളിൽ നിന്ന് 24 വിക്കറ്റുകൾ വീഴ്ത്തി ലോകകപ്പിലെ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമനായി. അവാർഡിനായി നേരത്തെയുള്ള പട്ടികയിൽ ഷമിയുടെ പേര് ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് BCCIയുടെ ഇടപെടൽ എന്നാണ് കിട്ടുന്ന വിവരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.